ടെമ്പിൾ ടെയിലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർലി വൈദ്യനാഥ ക്ഷേത്രം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിലെ പർലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ പർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർലിയില് ജ്യോതിർലിംഗമാണ്. 12 ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു വൈദ്യനാഥൻ, ഈ സങ്കല്പത്തിലുള്ള ജ്യോതിർലിംഗമാണ് ഈ പർലി എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ആദരണീയമായ ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് ഇത് ശിവന് സമർപ്പിച്ചിരിക്കുന്നു. ആത്മീയ പ്രാധാന്യം, വാസ്തുവിദ്യ, പുരാണങ്ങളുമായി ആഴത്തിൽ വേരൂന്നിയ ബന്ധം എന്നിവയാൽ ഭക്തരും സഞ്ചാരികളും ഒരുപോലെ സന്ദർശിക്കേണ്ട സ്ഥലമാണ് ഈ പർലി വൈദ്യനാഥ ക്ഷേത്രം. ഇതാണ് ജ്യോതിർലിംഗമായിട്ടുള്ള പർലി വൈദ്യനാഥ ക്ഷേത്രത്തിലെ പ്രധാന കവാടം. ഇത് വളരെ അതിപുരാതനമായിട്ട്, ഇതിന്റെ പഴക്കമൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല, അത്രയേറെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ പർലി വൈദ്യനാഥ ക്ഷേത്രം. നമുക്ക് ആ ക്ഷേത്രത്തിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അനുഗ്രഹങ്ങൾ, രോഗശാന്തി, ആന്തരിക സമാധാനം എന്നിവ നേടാൻ ആയിരക്കണക്കിന് ആരാധകർ എല്ലാ വർഷവും ഇവിടെ എത്തുന്നു. പർലി വൈദ്യനാഥ ക്ഷേത്രത്തിന്റെ ചരിത്രം അതിന്റെ ആത്മീയ പ്രാധാന്യം പോലെ തന്നെ ആകർഷകമാണ്. AD 12 അല്ലെങ്കിൽ 13 നൂറ്റാണ്ടുകളിൽ യാദവ രാജവംശത്തിന്റെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. പിന്നീട് 18-ാം നൂറ്റാണ്ടിൽ മറാത്ത രാജ്ഞി അഹല്യാബായി ഹോൾക്കർ ഇത് പുതുക്കിപ്പണിതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആകർഷകമായ ഇതിഹാസങ്ങളിലൊന്ന് ലങ്കയിലെ അസുര രാജാവായ രാവണനെ ചുറ്റിപ്പറ്റിയാണ്. പുരാണങ്ങൾ അനുസരിച്ച് ശിവനെ പ്രീതിപ്പെടുത്താൻ രാവണൻ തീവ്രമായ തപസ്സനുഷ്ഠിക്കുകയും ജ്യോതിർലിംഗം ലങ്കയിലേക്ക് കൊണ്ടുപോകാനുള്ള പദവി ലഭിക്കുകയും ചെയ്തു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹത്തെ കബളിപ്പിച്ച് അത് നിലത്തു വയ്ക്കുകയും അവിടെ അത് സ്ഥിരമായി സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഈ ദിവ്യ സംഭവമാണ് ഇന്ത്യയിലെ 12 പുണ്യ ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായ പർലി വൈദ്യനാഥ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് കാരണമായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്മളിപ്പോ ഈ പർലി വൈദ്യനാഥ ക്ഷേത്രത്തിന്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാം, ഇത് വളരെ വാസ്തു ശാസ്ത്രപരമായിട്ടൊക്കെ വളരെയധികം നല്ല രസകരമായിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ എല്ലാം. അതോടൊപ്പം തന്നെ ഇവിടെ 3 നന്ദികേശന്റെ ഇതാണ് ഈ കാണുന്നത്. അത് നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഒന്നും കാണാൻ സാധിക്കില്ല. 3 നന്ദികേശന്റെ ഈ ക്ഷേത്രത്തിൽ പിന്തുടരുന്ന ഒരു സവിശേഷമായ പാരമ്പര്യം. ശിവന് തുളസി ഇലകളും വിഷ്ണുവിന് വില്വ ഇലകളും ആണ് സമർപ്പിക്കുന്നത്. ഇത് സാധാരണ ഹിന്ദു ആചാരങ്ങൾക്ക് വിരുദ്ധമായ ഒരു ആചാരമാണ്. ഇത് ശൈവമതത്തിന്റെയും വൈഷ്ണവ മതത്തിന്റെയും ഐക്യത്തെ സൂചിപ്പിക്കുന്നു. ഇത് ക്ഷേത്രത്തെ അസാധാരണമായ ഒരു ആത്മീയ കേന്ദ്രമാക്കി മാറ്റുന്നു. പർലി വൈദ്യനാഥ ജ്യോതിർലിംഗത്തിന് അപാരമായ ഔഷധ ആത്മീയ ശക്തികളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു.
വൈദ്യനാഥ് അല്ലെങ്കിൽ വൈദ്യനാഥ് എന്ന പേരിന്റെ അർത്ഥം വൈദ്യന്മാരുടെ നാഥൻ എന്നാണ്. ഇവിടെ ആരാധന നടത്തുന്നത് രോഗങ്ങൾ ഭേദമാകുമെന്നും മൊത്തത്തിലുള്ള ക്ഷേമം നൽകുമെന്നും പറയപ്പെടുന്നു. 75-80 അടി ഉയരമുള്ള ഒരു കുന്നിന്റെ മുകളിൽ ഗാംഭീര്യത്തോടെ നിൽക്കുന്ന പർളി വൈദ്യനാഥ ക്ഷേത്രം പ്രധാനമായും കല്ലിൽ നിർമ്മിച്ച ഒരു അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യയാണ്. സങ്കീർണമായ കൊത്തുപണികളും പിച്ചള പൂശിയ വാതിലുകളും കൊണ്ട് അലങ്കരിച്ച വലിയ പ്രവേശന കവാടം സന്ദർശകരെ തെല്ലൊന്നുമല്ല ആകർഷിക്കുന്നത്. ശ്രീകോവിലിനുള്ളിൽ മിനുസമാർന്നതും കറുത്ത കല്ല്, അതായത് സാലഗ്രാം കൊണ്ട് നിർമ്മിച്ചതുമായ പവിത്രമായ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നു. മറ്റു പല ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഭക്തർക്ക് പ്രാർത്ഥനകൾ നടത്തുമ്പോൾ ജ്യോതിർലിംഗത്തിൽ സ്പർശിക്കുവാൻ അനുവാദമുണ്ട്. ഇതുകൊണ്ട് ദിവ്യാനുഗ്രഹവും രോഗശാന്തിയും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്ര സമുച്ചയം ശക്തമായ മതിലുകളും വിശാലമായ ഇടനാഴികളും കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നു. ഉത്സവങ്ങളിലും തീർത്ഥാടനങ്ങളിലും വലിയ ആൾക്കൂട്ടങ്ങൾ ഇവിടെ ഒത്തുചേരുന്നുണ്ട്. ഒരു വലിയ ഗോവണി ക്ഷേത്രത്തിലേക്ക് നയിക്കുന്നു. ഇതതിന്റെ രാജകീയ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചുറ്റുപാടുകളുടെ അതിശയകരമായ കാഴ്ചകൾ നൽകുകയും ചെയ്യുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സത്യവാൻ സാവിത്രി, ആ കഥ. അത് നടന്നത് ഇവിടെയാണ്. സ്വന്തം ഭർത്താവിനെ യമരാജനിൽ നിന്നും തിരികെ എടുത്തതിന് പ്രസിദ്ധമായ സംഭവം നടന്നത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നാരായണ പർവ്വതത്തിന് ചുറ്റുമാണ്. ഒരു കാലത്ത് മദ്ര രാജ്യത്തിന്റെ ഭാഗമായിരുന്നുവെന്നും സാവിത്രിയുടെ പിതാവായ അശ്വപതി രാജാവായിരുന്നുവെന്നും അനുമാനിക്കാം. കൂടാതെ യുവമുനി മാർക്കാണ്ഡേയനും ഈ പർളി വൈദ്യനാഥ ക്ഷേത്ര പരിസരത്ത് താമസിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. യുധിഷ്ഠിരനായി മാർക്കാണ്ഡേയനായി എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രം പൗരാണികമായ മഹാഭാരത സംഭവങ്ങൾക്ക് സമകാലീനമായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. 12 ജ്യോതിർലിംഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ പർളി വൈദ്യനാഥ ക്ഷേത്രം. വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ഈ ഈശ്വരന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തു അനവധി ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. കേരളത്തിന്റെ ആധ്യാത്മിക തേജസ്സായ ആദിശങ്കരാചാര്യ സ്വാമികൾ ഈ 12 ജ്യോതിർലിംഗങ്ങൾ കണ്ടെത്തുകയും ആ ജ്യോതിർലിംഗങ്ങളെ കുറിച്ച് സ്തോത്രം രചിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിന്റെ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ആരാധനാലയങ്ങൾ തന്നെയാണ് ഈ 12 ജ്യോതിർലിംഗങ്ങൾ. ഏതൊരു ഹിന്ദുവും ഈ ജ്യോതിർലിംഗങ്ങൾ സന്ദർശിക്കേണ്ടതാണ്. ഈ 12 ജ്യോതിർലിംഗങ്ങളും സന്ദർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈലാസത്തിൽ ശിവ പാർവതി ചൈതന്യത്തിന്റെ മുമ്പിൽ ചെന്ന് ആ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ജ്യോതിർലിംഗങ്ങൾ സന്ദർശിക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും ജന്മസാഫല്യമാണ്. ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അധ്യായവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.